ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഓൺ വോയിസ് ആയിട്ട് വന്നത്. ഞാൻ ഇതുവരെ ഒരു കമന്റ്സ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ ജനറേഷനിൽ തന്നെയാണ് ജീവിക്കുന്നത്? അത് ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. കാരണം എനിക്ക് അതാണ് അറിയുന്നത്, സമൂഹത്തിന് ദോഷം വരുന്ന എന്ത് പരിപാടിയാണ് രേണുസുതി അവിടെ ചെയ്തത്. എടാ, സിനിമയിൽ കാണിക്കുന്ന വൾഗാരിറ്റി പോലും രേണുസുതിയുടെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. ഒരു അഭിനേതാവ് എന്ന നിലയിൽ റീൽസ് ആയാലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ആയാലും. കൊല്ലം സുധിയുടെ വൈഫായിട്ടുള്ള രേണുസുതിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. കാര്യം ഇന്നലെ നടന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. അത് പ്രത്യേകിച്ച് മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് പൊട്ടിക്കരയുന്നു, എനിക്ക് നീതി കിട്ടുന്നില്ലെന്ന് പറയുന്നു, പോലീസുകാർ ആട്ടിയിറക്കി എന്ന തരത്തിലൊക്കെ രീതിയിൽ സംസാരിക്കുന്നു. എന്തായാലും അതിനൊക്കെ ശേഷം ഇന്ന് ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. രേണുസുതിയുടെ സ്വന്തം അച്ഛനായിട്ടുള്ള തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതുൽ വ്ളോഗ്സിന്റെ താഴെ പോയി ഒരു വീഡിയോയ്ക്ക് കമന്റ് ഇട്ടതാണ്. ഇനി നീ അധികം രേണുവിനെ പറയുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു ഭീഷണിയല്ലേ? സത്യം പറഞ്ഞ ഒരു ഇൻഡയറക്റ്റ് ഭീഷണി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം. ഈ തരത്തിലൊക്കെയുള്ള രീതിയിലല്ല നിങ്ങൾ പോയി കമന്റ് ഇടേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനെ സമീപിക്കാം, നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം. അല്ലാതെ നിങ്ങളിപ്പം വന്നിരുന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിപ്പോൾ ഒരു കമന്റാണ് നിങ്ങൾ കണ്ടത്, ഇനി വേറെയും കമന്റുകളുണ്ട്. നീ ആരാടാ നാറി ഇതൊക്കെ പറയാൻ? ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ വന്നിരുന്ന് കമന്റ് ഇടുന്നത്. അപ്പം പുള്ളിക്കാരന് നമ്മളെ വന്നിരുന്ന് നാറി എന്നൊക്കെ വിളിക്കാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, എന്തായാലും രേണുസുതിയുടെ സ്വന്തം അച്ഛൻ്റെ ID തന്നെയാണ്, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഇനി അതല്ലെങ്കിൽ പുള്ളിക്കാരൻ വന്ന് പറയട്ടെ പുള്ളി അല്ലാത്ത കമന്റ് ഇട്ടേന്ന്. ഓക്കെ, എന്തായാലും ഇന്ന് രേണുവിന്റെ സപ്പോർട്ടേഴ്സിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. നമസ്കാരം. എന്താണ് അവർ ചെയ്ത തെറ്റ്? നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ? മറ്റാരെക്കുറിച്ചുമല്ല, രേണു ചേച്ചിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ രേണു ചേച്ചിയുമായിട്ടൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ ഏകദേശം ഇനി ഒരു പാട്ട് കൂടെ വരാണ്ട് 2 പാട്ട് വന്നു, ഭയങ്കര ചർച്ചാ വിഷയമായി. അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ വളരെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ്. ഭയങ്കര സോഷ്യൽ ബുള്ളിങ് നേരിടുന്ന രീതിയിലുള്ള കമന്റുകൾ തന്നെയാണ് രേണുസുതിക്കെതിരെ ആ വീഡിയോയുടെ അടിയിലും വന്നിരിക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും വേണ്ടി ചോദിക്കുകയാണ്. ഒരു സ്ത്രീ വളരെ സന്തോഷപൂർവ്വം അവരുടെ വിവാഹത്തിന് ശേഷം വളരെ സന്തോഷപൂർവ്വം അവരുടെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകുന്നു. അതിനിടയിൽ യാദൃശ്യവശാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിധിയെന്നോണം അദ്ദേഹത്തിന്റെ ഭർത്താവ് മരണപ്പെടുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നിഷ്ഠനായ കലാകാരനായിരുന്നു കൊല്ലം സുധിച്ചേട്ടൻ. ഗാഡ്സ് അദ്ദേഹം നമ്മൾ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ ഇഹലോക ജീവിതം ഏറ്റവും സന്തോഷപൂർണ്ണമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കരഞ്ഞു തീർക്കേണ്ടതിന്റെ അങ്ങേയറ്റം ആ സ്ത്രീ കരഞ്ഞു തീർത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എത്രയോ കണ്ടതാണെല്ലാം. പിന്നീട് ഉപജീവന മാർഗം എന്ന രീതിയിൽ ആ സ്ത്രീ അവർക്കിഷ്ടപ്പെട്ട ഒരു തൊഴിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു കൃത്യമായ ഒരു ഇന്നിങ്സിന് വേണ്ടി ഒരു കുടുംബത്തെ പോറ്റാൻ 2 കുട്ടികളെയും അവരുടെ അമ്മയും അച്ഛനെയൊക്കെ പോറ്റാൻ വേണ്ടി അവർ ബുദ്ധിമുട്ട് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ എടുക്കുന്നു. എന്തിനാണ് ഇത്രത്തോളം അവരെ ഹരാസ് ചെയ്യേണ്ടത്? ഈ കഴിഞ്ഞ ദിവസം ഈ ആങ്കറിന്റെയും രേണുവിന്റെയും ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. വൈറലാവാനായിട്ട് അതിനകത്ത് പ്രധാനമായിട്ടൊരു കാരണം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ രേണു മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ രേണുവിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടില്ലായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു എല്ലാവരും ആ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതും പ്രത്യേകിച്ച് കുറെ ട്രോളും കാര്യങ്ങളും ഒക്കെ വന്നതുമല്ല. ഇപ്പം ഈ വ്യക്തി വന്നിരുന്ന് പറയുന്നു, എന്തിനാണ് നിങ്ങളെല്ലാവരും ഹരാസ് ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങളെല്ലാവരും ആ ഒരു സ്ത്രീയുടെ ജീവിതം തകർക്കാൻ നോക്കുന്നത് എന്ന തരത്തിൽ സത്യം പറഞ്ഞാൽ മോശമായിട്ട് കമന്റ് ഇടുന്നത്, അതായത് പച്ചത്തെറി ഉപയോഗിച്ചിട്ട് വളരെ മോശമായിട്ട് ഒരു സ്ത്രീയെ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന കമന്റിനകത്തോട്ട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്മാരും വെറും പരമനാറികളാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു കാരണവശാലും ഞാൻ അത് സപ്പോർട്ട് ചെയ്യത്തുമില്ല. ഇനി രണ്ടാമതൊരു കാര്യം, നിങ്ങൾ തന്നെയാണ് അനാവശ്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വലിച്ചിട്ടത് അല്ലേ? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു ചോദ്യമേ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളായിട്ട് തന്നെ റീച്ചിന് വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ബാക്കിയുള്ളവരെ വന്നിരുന്ന് കുറ്റം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. കേട്ടല്ലേ? എന്താണ് അതിന്റെ ആവശ്യം? കുറേയധികം യൂട്യൂബ് ചാനലുകളുടെ ഉടമസ്ഥർ അവരുടെ ഒരു കണ്ടന്റ് മെറ്റീരിയലാക്കി മാറ്റിയിരിക്കുകയാണ് രേണുസുതിയെ. പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പിന്നെ എന്താ ചെയ്തത്? നീയൊക്കെ സത്യം പറഞ്ഞ പിന്നെ എന്താ ചെയ്തത്? ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അവരെ വിളിച്ചു വരുത്തിയത്? പേയ്മെന്റ് കൊടുത്തിട്ടായിരിക്കും അവിടെ കൊണ്ടുവന്നിരുത്തിയത്. എന്നിട്ടാണ് ഇമാതിരി ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ രേണു ശ്രമിക്കുന്ന സമയത്ത് പോലും വീണ്ടും വീണ്ടും കുത്തി ചോദിച്ചൊരു വ്യക്തിയാണ് ഈ ഒരു മഹാൻ. എന്നിട്ടാണ് യവ ഇപ്പം വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അതിപ്പോൾ ഞങ്ങളും യൂട്യൂബ് ചാനൽ ഞങ്ങളും ഇന്റർവ്യൂ എടുത്താണ്. പക്ഷെ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നതിനാൽ കൃത്യമായിട്ട് അവർക്കൊരു പേയ്മെന്റ് നൽകി. അവരുടെ സന്തോഷം കൂടി കണക്കിലെടുത്ത് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദം മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നത്. കൃത്യമായിട്ട് പേയ്മെന്റും കൊടുത്ത് ചോദിക്കാനുള്ള ചോദ്യങ്ങളുടെ അനുവാദവും എടുത്തതിന് ശേഷമാണെന്ന്. ഈ രേണുവിന്റെ അന്തം ഫാൻസ് ഇതൊക്കെ ഒന്ന് കണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പുള്ളിക്കാരന്റെ വായിന്ന് തന്നെ വന്നൊരു ഡയലോഗാണത്. കുറേ പേരുടെ ഒരു കമന്റാണ്, നിങ്ങൾ എന്തിനാണ് ആ ഒരു സ്ത്രീയെ ദ്രോഹിക്കുന്നത്, നിങ്ങൾ ആ ഒരു സ്ത്രീയെ ജീവിക്കാൻ വിടൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ട് വെച്ചോ. ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല.
ഇതെന്ന് പറയുന്നത് അവരുടെ യാതൊരു അവകാശമില്ല അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്ന് അവരെ മാറ്റും തേജവും ചെയ്ത് അതിൽ നിന്നും പൈസ ഊറ്റിയെടുക്കുക എന്ന് പറയും. അവരുടെ ജീവിതത്തിൽ നടന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം, ആ കാര്യത്തെ പറ്റിയിട്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവർ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്നിട്ട് നിങ്ങളിപ്പം പറയണത് നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇടിച്ചു കയറുന്നു എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയ, നീ വീണ്ടും ഒന്നും കൂടി ഇരുന്ന് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടു നോക്ക്. പ്രത്യേകിച്ച് ആ ഒരു പാർട്ട്, ഒരു 2 മിനിറ്റ് ഒരു പോർഷൻ ഉണ്ട്. അതായത് ഈ രേണുവിൻ്റെ മുൻ ഭർത്താവിനെ, അത് മുൻ ഭർത്താവാണോ ഇനി ലിവിങ് ടുഗദർ ആണോ കാമുകനാണോ എന്തോ ആയിക്കോട്ടെ, അതെന്നെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല. നീ ആ ക്വസ്റ്റ്യൻ മാത്രം, അതായത് നീ എന്താണ് അവരെടുത്ത് ചോദിച്ചതെന്നും അവരെന്താണ് അതിനുള്ള മറുപടി തന്നതെന്നും നീ ഒന്നിരുന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് വാ. മലയാളത്തിൽ പറഞ്ഞു വളരെ മോശം തന്നെയാണ് കാണിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റില്ല. അവർ ജീവിക്കട്ടെ, അവരുടെ ലൈഫ്, അവർക്ക് ഒരു ലൈഫേ ഉള്ളൂ, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് പണ്ട് സതി നടപ്പിലാക്കിയതുപോലെയൊന്നും സാധിക്കുന്ന കാര്യമില്ലല്ലോ. അവർ ജീവിക്കട്ടെ, അവരെ വെറുതെ വിടൂ. എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്? എനിക്ക് അടുത്തറിഞ്ഞിടത്തോളം ഒരു പാവം ഒരു സ്ത്രീയാണ്. ആർക്കും യാതൊരു ഉപദ്രവം ഉണ്ടാക്കണമെന്നോ ആരെങ്കിലും ഉപദ്രവിക്കണമെന്നോ ആഗ്രഹിക്കാതെ സ്വന്തം ബോൾഡായിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീ. അവർ ജീവിക്കട്ടെ, അവരെ വെറുതെ വിടും. അവരിവിടെ ജീവിക്കണ്ടെന്നോ അവർ നമ്മുടെ സമൂഹത്തിന് വലിയ ദോഷമാണെന്നോ ഒന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അവർക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്തിനാണ് അവരെ ദ്രോഹിക്കുന്നത്? ഞങ്ങളെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളത് അവർ ചുമ്മാ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുക. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് ഡെയിലി ഇൻ്റർവ്യൂ കൊടുക്കുക, ഇല്ലാത്ത ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരായാലും പ്രതികരിക്കത്തില്ലേടേ. അല്ലാതെ അവരുടെ ഡ്രസ്സിനെ പറ്റിയിട്ടോ അവരുടെ അഭിനയത്തെ പറ്റിയിട്ടോ ഒന്നും വന്ന് നമ്മളാരും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും തീർന്നിട്ടില്ല, ഇനി വേറൊരാളും കൂടി ഉണ്ട്. അതിൽ പല സംഭാഷണങ്ങളിലും നമുക്ക് അയാളെ അതിൽ കാണാൻ സാധിക്കും, ഈ അതുൽ വ്ലോഗ്സിനെ. കാരണം ഈ രേണുസുതിയെ കുറിച്ച് അയാൾ പറഞ്ഞ കുറെ വർത്തമാനങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് എന്ത് തെറ്റാണ് അതുൽ നിങ്ങളോട് രേണുസുതി ചെയ്തത്? സമൂഹത്തിന് എന്ത് നന്മകേടാണ് രേണുസുതി ചെയ്തത്? എനിക്ക് അതാണ് അറിയേണ്ടത്. സമൂഹത്തിന് ദോഷം വരുന്ന എന്ത് പരിപാടിയാണ് രേണുസുതി അവിടെ ചെയ്തത്? സിനിമയിൽ കാണിക്കുന്ന വൾഗാരിറ്റി പോലും രേണുസുതിയുടെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. ഒരു അഭിനേതാവ് എന്ന നിലയിൽ റീൽസ് ആയാലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ആയാലും, അവരുടെ ഷോർട്ട് ഫിലിംസ് എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഷോർട്ട് ഫിലിംസ് ആയാലും സിനിമ നമ്മൾ ഇതുവരെ ഇറങ്ങി കണ്ടിട്ടില്ല. അവർ ചെയ്യുന്ന എന്ത് തന്നെ ആയാലും സമൂഹത്തിന് നാശം വരുത്തുന്ന, കോട്ടം വരുത്തുന്ന, കുട്ടികളെ തിന്മയിലേക്ക് നയിക്കുന്ന എന്ത് പരിപാടി രേണുസുതി ചെയ്തിട്ടുണ്ട്. അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ അന്തസ്സായിട്ട് തുടി ഉടുത്തുകൊണ്ടാണ് അവർ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഈ ഉപദേശിക്കുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഷാരികയുടെ ഒരു ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് വൈറലായതായിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിനകത്ത്. അതായത് ഹോട്ട് സീറ്റ് എന്നും പറഞ്ഞൊരു സംഭവത്തിനകത്ത് രേണുവിനെ വിളിച്ചിരുത്തിയിട്ട് വായി തോന്നുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഭയങ്കര വിവാദമായ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ഈ പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലിനകത്ത് ഓരോന്ന് പറഞ്ഞ് വീഡിയോ ഇടാൻ തുടങ്ങി. അത്യാവശ്യം ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് കയറിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇവർക്കറിയാം രേണുവിനെ പറ്റി ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് വരത്തോളം എന്നറിയാം. പിന്നെ ഇവർ പറയുന്നുണ്ട് അതിലെന്തോ വളരെ മോശമായിട്ടാണ് രേണുവിനെ പറ്റി വീഡിയോ ചെയ്തതെന്ന്. ഇവിടെ പോലീസുകാർക്ക് പോലും നോക്കിയിട്ട് അതിനകത്തൊരു മോശമായിട്ട് ഒരു കാര്യവും കണ്ടിട്ടില്ല. അതുലിൻ്റെ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട്. അവൻ എവിടെയും വന്ന് രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വളരെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ച് അവൻ വീഡിയോ ചെയ്തിട്ടില്ല. വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം എന്താണ് എന്ന് പോലും അറിയാതെ നിങ്ങൾ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുവാണ്. അത് മാത്രമല്ല, ഇവർ എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അനന്തുവിന് അഗേൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങൾക്ക് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ, അതോ ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളെ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്നത്? നിങ്ങളെല്ലാം അങ്ങ് തികഞ്ഞൊരു വ്യക്തിയാണ് എന്നാണ് നിങ്ങൾ പറയണത്. അത് മാത്രമല്ല, നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ പോലീസുകാരനായിരുന്നു എന്ന്. ഒരു പോലീസുകാരൻ്റെ മകൾ വന്നിരുന്ന് സംസാരിക്കേണ്ട ഡയലോഗാണോ ഇതൊക്കെ? ഇവരുടെ സംസ്കാരം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവരുടെ കമന്റ് ബോക്സ് പോയി നോക്കിയാൽ മതി. ഇവർ ഓരോ കമന്റിനും ഇവർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടാണ് ഇവർ റിപ്ലൈ കൊടുക്കുന്നത്. ഈ സ്ത്രീയാണ് വന്നിരുന്ന് ഇത്തരം ഡയലോഗ് പറയണത്. പിന്നെ നിനക്കൊക്കെ എന്തിന്റെ ചോർച്ചിലാടാ? പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറൊന്നുമല്ല, ഞാൻ രോക്ഷം കൊള്ളും. ബിക്കോസ് പോലീസ് കഴിഞ്ഞ ദിവസം അത്രയും സഹികെട്ടിട്ടാണ് രേണുസുതി ഒരു റീലിൽ ഇപ്പൊ ഞാൻ കണ്ടത്. കൃത്യമായിട്ട് ഒരു ചാനലുകാർ എടുത്തിട്ടുണ്ട്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ അവർക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി. അത് ഈ അതുലിനെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണെന്ന് അതിന് വിഷയം. അതിന്റെ കൃത്യമായ കഥ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കുറിച്ച് വിശദീകരണത്തിൽ കിടക്കുന്നത്. രേണുസുതി കരയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഈ ഇടയ്ക്ക് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഈ അതുലിന്റെയും ഡാനിയോ അങ്ങനെ ഏതാണ്ട് പറയുന്ന ഒരുത്തന്റെയും വീഡിയോ. അവർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടുത്തെ പോലീസുകാരോട് മാന്യമായി ബിഹേവ് ചെയ്തു. പോലീസുകാർ അത്യാവശ്യപ്പെട്ടവരൊക്കെ മാന്യമായി ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ആരെന്നെ കടിച്ചു കീറാൻ നിൽക്കുന്നവരൊന്നും അല്ല. ഒരു 100 പോലീസുകാരെ എടുത്താൽ ഒരു 30%, അപ്പോൾ 25% അങ്ങനത്തെ ഉണ്ടായിരിക്കും. അത് പോലീസ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അല്ലാതെ ബാക്കി 70% നമ്മൾ വളരെ മാന്യമായിട്ട് ഇടപെടുകയും കാര്യങ്ങൾ ചോദിക്കുകയും നിങ്ങളൊന്ന് വരുവോ, നിങ്ങൾ അങ്ങോട്ട് എത്തുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. അവര് മനുഷ്യരാണ്. സോ ഞാനൊരു പോലീസുകാരന്റെ മകളും കൂടെ ആയതുകൊണ്ടാണ്, അദ്ദേഹം മരിച്ചുപോയി, ബട്ട് അതുകൊണ്ട് എനിക്കറിയാം. സോ ഈ പറയപ്പെടുന്ന അതുലിനെ
സഹി കെട്ടിട്ടാണ് ആരായാലും, ഞാനാണെങ്കിൽ അവന്റെ വീട്ടിൽ ചെന്ന് കയറി അടിച്ചത് അതുപോലത്തെ വർത്താനങ്ങളാണ് അവൻ രേണുസുതിയെ കുറിച്ച് ഇരുന്ന് പറയുന്നത്. രേണുസുതിയുടെ അതിന്റെ വീഡിയോക്കകത്ത് അതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് ഒരു വ്യാജ ബിഷപ്പിനെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ഇനി കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി കണ്ടിട്ടുണ്ടോ? ഇവരതിനെപ്പറ്റി ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല. ചുമ്മാതെ വെറുതെ അവിടെ ഇവിടെയും ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് വന്നിരുന്നിട്ട് സംസാരിക്കുവാണ്. ഇവരെന്നിട്ട് വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ടല്ലോ, എൻ്റെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. ഒരു പോലീസുകാരൻ്റെ മകൾ വന്നിരുന്ന് സംസാരിക്കുന്ന ഡയലോഗാണോ ഇത്? ഇവൻ്റെയൊക്കെ വീട്ടിൽ കയറി അടിച്ചാനെ. നിങ്ങളൊരു സ്ത്രീ ആയതിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ആ ഒരു മാന്യതയോടെ കൂടിയിട്ട് സംസാരിക്കുന്നത്. പക്ഷേ അത് നിങ്ങളത് മുതലെടുക്കുന്ന ഒരു രീതിയിലോട്ട് പോകരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബിഷപ്പിന്റെ കാര്യങ്ങൾ, രേണുസുന അപ്പനെ അമ്മേനെ അത് വലിച്ചിടുക, രേണുസുന മകനെ വലിച്ചിടുക, അവരെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ സംഭവങ്ങൾ റിയാക്ട് ചെയ്യാം. നമ്മൾ അവരെന്താണ് ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അവർ ചെയ്തിപ്പോ നമ്മുടെ സീക്രട്ട് ഏജന്റ് റിയാക്ട് ചെയ്തു. ഏതാണ്? രേണുസുതിയുടെ കൂട്ടുകാരനും കൂടെ ചെന്ന് ഒരു സോഷ്യൽ ലക്കി ഡ്രോ കൂപ്പണുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമൊന്നുമല്ല. രേണുസുതി ഈ അടുത്ത കാലങ്ങളിൽ നടത്തിക്കൊണ്ട് വന്ന കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു കല്യാണത്തിന്റെ ഒരു കാര്യം, പിന്നെ അതിനുശേഷം പിന്നെ വേറെ കുറേ വിഷയങ്ങൾ, പ്രത്യേകിച്ച് സുധിയെ പറ്റി പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സ്, ഇതൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യത്തില്ലേ? ഇവർക്ക് എന്തിൻ്റെ കുഴപ്പമാണ് ഇവർക്ക്? സത്യം പറഞ്ഞാൽ ഇവരെ പോലെയുള്ള കുറച്ച് ആൾക്കാരാണ് ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ള വിലയും കൂടെ കൊണ്ട് കളയുന്നത്. ഈ പ്രതീഷിൻ്റെ വൈഫ് മെനഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രതീഷിൻ്റെയും രേണുവിൻ്റെയും റിലേഷനെ പറ്റിയിട്ടൊക്കെ കുറച്ച് അനാവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് പ്രതീഷിൻ്റെ വൈഫ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ഓൺ വോയിസ് ആയിട്ട് വന്നത്. ഞാൻ ഇതുവരെ ഒരു കമന്റ്സ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ ജനറേഷനിൽ തന്നെയാണ് ജീവിക്കുന്നത്. അത് ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുക. കാരണം പറയേണ്ടെന്ന് വെച്ച കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഇല്ലേ, നിങ്ങൾക്ക് കമന്റ്സ് പറയാനുള്ള റൈറ്റ് ഉണ്ട്, ശരി, സമ്മതിച്ചു. പക്ഷെ കുടുംബം തകർക്കും, കുടുംബം തുറഞ്ഞു പോകും, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്റെ ഭർത്താവിനെ ഭാര്യനെ കാണേണ്ട സ്ഥാനത്ത് ഭാര്യനെ കാണാനറിയാം, അമ്മേനെ കാണേണ്ട സ്ഥാനത്ത് അമ്മേനെ കാണാനറിയാം, ചേച്ചീനെ കാണേണ്ട സ്ഥാനത്ത് ചേച്ചീനെ അറിയാം. അതുപോലെ തന്നെ ആൾക്ക് നന്നായിട്ട് അഭിനയമായിട്ടും അതുപോലെ തന്നെ ജീവിതമായിട്ട് കാണാനറിയാം. പിന്നെ ഈ ലോകത്ത് ആദ്യമായിട്ട് ആൽബം ചെയ്യുന്ന ഒരാളല്ല എന്റെ ഹസ്ബൻഡ്. പിന്നെ രേണു ചേച്ചി എന്ന് പറയുന്ന ഒരു ആക്ട്രസിന്റെ കൂടെ പുള്ളിക്കാരൻ ചെയ്യുന്നത് പുള്ളിക്കാരന്റെ മിടുക്ക്. പുള്ളിക്കാരൻ ഇപ്പൊ നല്ല രീതിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരന്റെ മിടുക്കാണ്. അതിന് ഞങ്ങൾ ഒരു 90% ഞങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് രേണു ചേച്ചിക്കാണ്. കാരണം ചേച്ചീനെ ആൾക്കാർ അറിയുന്നതുകൊണ്ട് തന്നെയാണ് എന്റെ ഹസ്ബൻഡിനെ ഇപ്പൊ 4 ആൾക്കാർ അറിയുന്നത്. അതെനിക്ക് നല്ല പ്രൗഡാണ്. പുള്ളിക്കാരൻ ഇനി അഭിനയിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. നല്ല നിലയിലെത്തണം തന്നെയാണ് എന്റെ ആഗ്രഹം. പിന്നെ ഞങ്ങൾ എന്ത് മോശം കമന്റ്സ് ഇട്ടാലും ഒരു ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിൽ എന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടാവും എന്റെ ഹസ്ബൻഡിന്. രേണുസുതി പ്രതീഷിന് ചോറ് വാരി കൊടുത്തതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതീഷിനെ പറ്റിയിട്ടും രേണുവിനെ പറ്റിയിട്ടുമൊക്കെ കുറച്ച് മോശമായിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടിയാണ് പ്രതീഷിൻ്റെ വൈഫ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.